നാളത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാനിരുന്ന കാര്യങ്ങളാണ് 2 ദിവസം മുൻപ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പ്രതിപക്ഷത്തെ ഞെട്ടിച്ചത്. അങ്കണവാടി, ആശ, ഓണറേറിയം വർധനവ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നാടകം എന്ന നിലപാടിലാണ് UDF എങ്കിലും വമ്പൻ പ്രഖ്യാപനങ്ങൾ മറികടക്കുന്ന വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത്. TV പ്രസാദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക് TV പ്രസാദ്. എങ്ങനെ ഇതിനെ മറികടക്കും? ഇതുക്കും മേലെ എന്ത് വെക്കാനായിരിക്കും UDF ഇപ്പോൾ ആലോചിക്കുന്നത്? സുജയ പറഞ്ഞതുപോലെ ഇതെല്ലാം നിയമസഭാ സമ്മേളനത്തിലേക്ക് വെച്ചതായിരുന്നു എന്നുള്ളതാണ് അണിയറ കഥകളുള്ളത്. ആ കാര്യം വ്യക്തമല്ല. പക്ഷേ എന്തിനാണ് നവംബർ 1-ന് പെട്ടെന്ന് ഇങ്ങനൊരു നിയമസഭാ സമ്മേളനം ചേരുന്നത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ CPIയുടെ കടുത്ത എതിർപ്പിൽ LDF സർക്കാരും CPIഎമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ക്ഷേമ പെൻഷനായും അതുപോലെ തന്നെ ഓണറേറിയം കൂട്ടലായും കുടിശ്ശിക കൊടുക്കലായും എല്ലാമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അവതരിച്ചത്. ആ പ്രഖ്യാപനത്തോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സുജയ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ആകെ കുടുങ്ങുകയാണ് ചെയ്തത്. ഇനി എന്ത് പറയുമെന്നറിയാതെ അവർ ആകെ വീർപ്പുമുട്ടുകയാണ്. നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 2021-ൽ കോവിഡിന്റെ ഭാഗമായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തതാണ് തുടർ ഭരണത്തിന് കാരണമെന്നാണ് അന്ന് പ്രതിപക്ഷം പറഞ്ഞത്. ഇന്നാണെങ്കിൽ 1600 രൂപയുള്ള പെൻഷനാണ് സുജയ ഒരൊറ്റ അടിക്ക് 2000 ആക്കിയത്. ഇനിയിപ്പോൾ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ അതിലെന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴും പ്രതിപക്ഷമുള്ളത്. മാത്രമല്ല, നാളെ ഒരു സാധാരണ നിയമസഭാ സമ്മേളനം എന്ന രീതിയിലല്ല ചേരുക, എന്തോ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് നേരത്തെ മുതൽ പറഞ്ഞു വന്നത്. ഈ പ്രഖ്യാപനങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ നാളത്തെ പ്രഖ്യാപനം എന്താണ് എന്നാണ് പ്രധാനമായും പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും ഉറ്റുനോക്കുന്നത്. സുജയ. ഓക്കെ, TV പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ എന്തായിരിക്കും മറിച്ചുള്ള ആ പ്രതിരോധ തന്ത്രമെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. പക്ഷേ പ്രഖ്യാപിച്ചതൊക്കെ കൊടുക്കാൻ പോകുന്നു, ആ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കാനുണ്ട്.